Hi everyone, welcome to Dream Distance Education. Today we are going to discuss our English communication skills. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പറാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. Then today we are going to enter our second unit. Its name is The Globalization of Communication, a Global Village. In this unit, we are going to discuss globalization, interconnection of nations, the history of human communication, communication and social change, language and new technology. അപ്പോൾ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഗ്ലോബലൈസേഷൻ? എന്താണ് ഈ ഗ്ലോബലൈസേഷൻ? നമുക്കറിയാം ആഗോളവൽക്കരണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻ്റർ കണക്ഷൻ അല്ലെ ഓരോ പല നാഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നാൽ തന്നെ നമ്മുടെ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പം അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് അല്ലേ. നമുക്കറിയാം നമ്മൾ കൊറോണ കാലമൊക്കെ ആയിട്ട് ഒരുപാട് കാലം നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിന്നിരുന്നത് അവിടെ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ആ ഒരു ടൈമിൽ നമ്മുടെ ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ വീടുകളിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ. ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Who was Marshall McLuhan? Why did he say the world is now a global village? ആരാണ് മാർഷൽ മക്ലാൻ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതൊരു ഗ്ലോബൽ വില്ലേജ് ആണ് എന്ന് പറയാൻ, നമ്മളുടെ വേൾഡ് ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ് എന്നതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. മാർഷൽ മക്ലാൻ, എ കനേഡിയൻ, വാസ് എ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. മാർഷൽ മക്ലാൻ എന്ന് പറയുന്നത് ഒരു കനേഡിയനാണ്. ദെൻ അദ്ദേഹം ആരാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രൊഫസർ കൂടിയാണ്. ദെൻ പിന്നെന്താണ്, ഫിലോസഫർ ആൻഡ് എ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ്. അതുപോലെ എന്താണ്, ഒരു ഫിലോസഫറും കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് കൂടിയാണ്. He noticed that our world now interconnected by the instantaneous flow of information between any 2 points of the globe. അല്ലേ, എന്താണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ്, നമ്മളുടെ വേൾഡ് ഇന്ന് എങ്ങനെയാണ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർ കണക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഗ്ലോബിലെ 2 പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർ കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹവർ ഡിസ്റ്റൻറ്റ് ഓർ റിമോട്ട്, അത് എന്താണ് ദൂരെയുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഒരു റിമോട്ട് ഏരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻറ്റ് ഏരിയ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മളുടെ വേൾഡ് എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈവൻസ് in one part of the world can be experienced from other parts of the as they happen in real time അല്ലേ. എന്താണ് ഒരു സ്ഥലത്ത് ഒരു റിമോട്ട് ഏരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിറ്റിയോ ഏതോ ആയിക്കോട്ടെ, ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഇരിക്കുന്നത് എവിടെയാണോ അവിടെ ആ ഒരു റിയൽ ടൈമിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ our world of experience has the immediacy of life in a village, except that our village is now the entire world. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ ആ ഒരു എത്രയോ ദൂരെ അല്ലെ ഏത് കോണ്ടിനെൻ്റ് 2 കോണ്ടിനെൻറ്റുകൾ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു കാര്യം നമുക്ക് റിയൽ ടൈമിൽ തന്നെ നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മാർഷൽ മക്ലാൻ നമ്മളുടെ വേൾഡ് ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് അദ്ദേഹം ആരാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് ആണ് നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സാമിന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് the history or story of human communication as a day in our life. നമ്മളുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു
ഇതിൻ്റെ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്ന് നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഫോർ 1000 years അല്ലേ, എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ട് എന്തായിട്ടുണ്ട്, 1000 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് ടുക്ക് അറൌണ്ട് 5000 years ago. നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ട് അല്ലേ എത്ര ആയിട്ടുണ്ട്, ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് ടുക്ക് അറൌണ്ട്, എഴുതാനൊക്കെ തുടങ്ങിയിട്ട് എത്ര ആയിട്ടുണ്ടാവും, ഏകദേശം 5000 വർഷത്തോളം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5000 years ago എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പീച്ച് ഫ്രം ദ റൈറ്റിംഗ് ടു ടേക്ക് പ്ലേസ് ഇൻ 31,000 years അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത്, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പീച്ച് ഫ്രം ടു റൈറ്റിംഗ് തുടങ്ങിയിട്ട് ടേക്ക് പ്ലേസ് എത്ര ആയിട്ടുണ്ട്, 31,000 വർഷത്തോളം ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രിന്റിംഗ് ഹാപ്പൻസ് ഇൻ ദ 600th century ഇൻ ചൈന. പ്രിന്റിങ്ങോ 600 വർഷത്തോളം അല്ലെ, ഏകദേശം ഒരു 600 സെഞ്ചുറി ആയി കാണും ചൈനയിൽ പ്രിന്റിംഗ് തുടങ്ങിയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ടെലഗ്രാഫ് അപ്പിയേർഡ് ഇൻ ദ 1855 century. അതായത് ടെലഗ്രാഫ് തുടങ്ങിയത് എന്താണ്, ഒരു 1855 സെഞ്ചുറിയിലാണ് ടെലഗ്രാഫ് തുടങ്ങിയിട്ടുള്ളത്. ദെൻ ടെലഫോൺ വന്നത് എപ്പോഴാണ്, 1876 CE എന്ന് പറഞ്ഞ കോമൺ എറ 1876 എന്ത് തുടങ്ങിയിട്ടുള്ളത്, ടെലഫോണിൻ്റെ ഒക്കെ ഉപയോഗം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ദെൻ കൊമേഴ്സ്യൽ റേഡിയോയുടെ ഉപയോഗം നമ്മൾ തുടങ്ങിയിട്ട് CE 1900 അല്ലേ, എന്താണ് 1900 CE ആയിട്ടുണ്ട്. കോമൺ എറ 1900 ആയിട്ടുണ്ട് എന്ത്, കൊമേഴ്സ്യൽ റേഡിയോയുടെ ഒക്കെ യൂസേജ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ട്. ദെൻ സൗണ്ട് മോഷൻ പിക്ചേഴ്സ് വന്നിട്ട് ഏകദേശം എത്രയായിട്ടുണ്ട്, 1912 CE മുതലാണ്, കോമൺ എറ 1912 മുതലാണ് സൗണ്ട് മോഷൻ പിക്ചേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോട്ടോടൈപ്പ് ഇലക്ട്രിക് കമ്പ്യൂട്ടർ. അത് തുടങ്ങിയിട്ട് എന്താണ്, കോമൺ എറ 1942 എന്ത് തുടങ്ങിയിട്ടുള്ളത്, ഇലക്ട്രിക് കമ്പ്യൂട്ടർ, പ്രോട്ടോടൈപ്പ് ഇലക്ട്രിക് കമ്പ്യൂട്ടർ ഒക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ദെൻ പിന്നീട് വരുന്നത് എന്താണ്, സെറോഗ്രഫി തുടങ്ങിയിട്ടോ CE 1946 നമ്മൾ സെറോഗ്രഫിയുടെ ഉപയോഗങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ദെൻ കളർ ടെലിവിഷൻ നമ്മൾ തുടങ്ങിയത് എന്താണ്, 1951 CE ആണ്. കോമൺ എറ 1951 മുതലാണ് നമ്മൾ എന്ത് തുടങ്ങിയിട്ടുള്ളത്, കളർ TV-യുടെ ഒക്കെ യൂസേജ് തുടങ്ങിയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് കൊമേഴ്സ്യൽ സാറ്റലൈറ്റ് വന്നത് എന്നായിരുന്നു, 1962 CE 1962 തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കിനി നോക്കാം. ഫസ്റ്റ് 1 ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്, വാട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഡിഡ് വി ഹാവ് അറ്റ് മിഡ് നൈറ്റ് ഇൻ ഡേ ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി എന്നാണ്. അത് വാട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഡിഡ് വി ഹാവ്, നമുക്ക് ഏതൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഉണ്ടായിരുന്നത്, അറ്റ് മിഡ് നൈറ്റ് ആയിക്കോട്ടെ, എ ഡേ ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററിയിൽ ഏതൊരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നോക്കൂ, വി ഹാഡ് ലാംഗ്വേജ് ഇൻ ദ ഫോം ഓഫ് സ്പീച്ച്. നമുക്ക് ആദ്യം എന്തായിരുന്നു, ലാംഗ്വേജ്, ഭാഷ ഉണ്ടായിരുന്നു. എന്തിൻ്റെ ഫോമിലായിരുന്നു ഭാഷ ഉണ്ടായിരുന്നത്, ഇൻ ദ ഫോം ഓഫ് സ്പീച്ച് എന്ന ഫോമിലായിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നത്, ഭാഷ ഉണ്ടായിരുന്നത്. ദെൻ വി ആൾസോ ഹാഡ് പിക്ചേഴ്സ്, നമുക്ക് വേറെ എന്ത് കൂടി ഉണ്ടായിരുന്നു, പിക്ചേഴ്സ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The cave paintings of Stone Age people drawn and used perhaps for magic rituals for protection and good luck during the hunt. എന്താണ്, അവർ വേട്ടയാടുന്ന സമയത്തൊക്കെ ഈ പെയിൻറ്റിങ്സും അതുപോലെ എന്താണ് കല്ലുകളും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത്, ഹൗ ലോങ് എഗോ ഡിഡ് ഹ്യൂമൻ ബീയിങ് ലേൺ ടു ക്യാപ്ചർ സ്പീച്ച് ആസ് റൈറ്റിംഗ്. എത്രത്തോളം കാലം മുന്നെയാണ് ഹ്യൂമൻ ബീയിങ്സ് ലേൺ ടു ക്യാപ്ചർ സ്പീച്ച് ആസ് റൈറ്റിംഗ്, അതായത് കേൾക്കുന്നത് എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് ഈസ് കോമൺലി ടേക്കൺ ടു ബി അറൌണ്ട് 5000 years ago. ഒരു 5000 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ എന്ത് തുടങ്ങിയിട്ടുള്ളത്, പറയുന്നത് കേട്ട് അല്ലെ, സ്പീച്ച് ടേക്കൺ ബൈ റൈറ്റിംഗ് അല്ലേ, എന്താണ് സ്പീച്ച് എന്താക്കി മാറിയിട്ടുള്ളത്, നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ളത്, സ്പീച്ച് ആസ് റൈറ്റിംഗ് അല്ലേ,
സ്പീച്ച് നമ്മൾ പറയുന്നത് എഴുതാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഒരു 5000 വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡിഡ് ദേ ഡ്രോ പിക്ചേഴ്സ് മച്ച് ബിഫോർ ദേ ലേൺ ടു റൈറ്റ്? അവർ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഡു വി നോ? അത് നമുക്ക് എങ്ങനെ അറിയാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളുടെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ എന്താണ് നമുക്കറിയായിരുന്നു? യെസ് ആണ് ഉത്തരം. യെസ് ദേ ഡിഡ് അല്ലേ. വി നോ ദിസ് ബിക്കോസ് ദർ ആർ കേവ് പെയിൻറ്റിങ്സ് ഡ്രോൺ ബൈ സ്റ്റോൺ ഏജ് പീപ്പിൾ അല്ലേ. എന്താണ് അവർ ഈ ഗുഹകളിലൊക്കെ കല്ലുകൊണ്ടൊക്കെ പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. പണ്ടുണ്ടായിരുന്ന ആദിമ മനുഷ്യരെന്നൊക്കെ പറയും അല്ലേ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പൂർവികന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഹകളിൽ സ്റ്റോൺ കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമുക്കറിയാം, പുരാതന കാലങ്ങളിലുള്ള ഗുഹകളിലും അല്ലെങ്കിൽ എന്താണ് കോട്ടകളൊക്കെ നമുക്ക് സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്താണ് അതുപോലെ മൈസൂർ പാലസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്തുണ്ട്? കല്ലുകൾ കൊണ്ട് ചിത്രം വരച്ച സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രം വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വേർ ക്യാൻ യു സീ ദ കേവ് പെയിൻറ്റിങ്സ് ഓഫ് ഏർലി ഹ്യൂമൻ ബീങ്സ്? പുരാതന കാലത്തുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ, അതായത് നമ്മുടെ പൂർവികരുടെയൊക്കെ പെയിൻറ്റിങ്സ് നമുക്ക് എവിടെ നിന്നാണ് കാണാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നോക്കൂ, കേവ് പെയിൻറ്റിങ്സ് ആർ ഫൗണ്ട് ഇൻ ഫ്രാൻസ്, ഇറ്റലി ആൻഡ് സ്പെയിൻ അല്ലേ. അതുപോലെ എന്താണ്, ആൻഡ് ഇൻ പാർട്സ് ഓഫ് ഇന്ത്യ സച്ചസ് ബിംകേട്ട നിയർ ഭോപ്പാൽ അല്ല. അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കേവ് പെയിൻറ്റിങ്സ് നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു BCE ആൻഡ് CE സ്റ്റാൻഡ്സ് ഫോർ? ഇത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് BEC? ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്ന BEC എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ CE എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു അല്ലേ. CE 1912 CE, അതുപോലെ 1942 CE, 1946 CE, 1951 CE, 1962 CE അല്ലേ. അപ്പോൾ CE എന്താ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എറ എന്നതാണ് പറയുന്നത് അല്ലേ. ദെൻ വാട്ട് അബൌട്ട് BCE? ബിഫോർ കോമൺ ഇറ. ഓക്കെ, അപ്പോൾ BCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ കോമൺ ഇറ, CE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ ഇറ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മുടെ PDF പേജ് നമ്പർ 31 ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ആക്ടിവിറ്റി കൂടി നമുക്ക് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് യുവർ പ്രോഗ്രസ് 4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് അറേഞ്ച് ഫോളോയിങ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ദർ ഓർഡർ ഓഫ് അപ്പിയറൻസ്. അവിടെ കുറച്ച് ഇൻഫർമേഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് തന്നിട്ടുണ്ട്. അത് നിലവിൽ വന്നതിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ യൂസേജ് തുടങ്ങിയത് കാലം മുതലുള്ള ആ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നിട്ടുള്ളത് റേഡിയോ, പ്രിന്റഡ് ബുക്ക്, ടെലിഫോൺ, ടെലിവിഷൻ, ഫോട്ടോ കോപ്പി മെഷീൻ, ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഓർഡറിൽ കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? പ്രിന്റഡ് ബുക്സ്, ടെലിഫോൺ, റേഡിയോ, ഫോട്ടോ കോപ്പി മെഷീൻസ്, ടെലിവിഷൻ, ആ ഒരു ഓർഡറിലാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് ജസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ, ആദ്യം വന്നത് എന്താണ് എന്നത് മുതൽ ഒരു ലിസ്റ്റ് നമ്മളോട് ഉണ്ടാക്കി അത് മനസ്സിലാക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത്, why do we say that there has been a communication explosion in the last 100 years or so? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വേർഡ് തന്നെയാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എന്താ പറഞ്ഞത്? why do we say that there has been a communication explosion in the last 100 years ago? ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ഉണ്ട് എന്ന് പറയാൻ എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കി നോക്കൂ. എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാരണം വരുന്നത് എന്താണ്? നമ്മളുടേതായ എക്സാമ്പിൾസ് തന്നെ അതിന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമാണ്? പ്ലീസ് ഗീവ് യുവർ ഓൺ എക്സാമ്പിൾസ് കോൺട്രാസ്റ്റിംഗ് ദീസ് വിത്ത് ദ പ്രീവിയസ് 359 സെഞ്ചുറീസ്. അതൊരു 359 സെഞ്ചുറികൾക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്
അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളോട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ നിങ്ങളോട് തനിയെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ടെലഗ്രാഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ മെസ്സേജ് കുഡ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ മെസ്സേജ്. അല്ലേ, നമ്മൾ ടെലഗ്രാം അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു, ടെലിഫോണൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നായിരുന്നു ടെലഗ്രാം. അല്ലേ, പണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഫോൺ വിളിക്കാം. എപ്പോഴും നമുക്ക് പെട്ടെന്ന് എന്തൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൺ വിളിച്ചൊക്കെ പറയാം. പക്ഷെ ഈ ടെലിഫോൺ വരുന്നതിന് മുന്നേ വന്നതാണ് എന്ത്, ടെലഗ്രാം. അല്ലേ, അപ്പം എന്താണ് ഈ ടെലഗ്രാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ടെലഗ്രാം ഫോർ ദ ഫസ്റ്റ് ടൈം ദ മെസ്സേജ് കുഡ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ മെസ്സഞ്ചർ. ഒരു മെസ്സഞ്ചറിൻ്റെ കയ്യിൽ ഒരു മെസ്സേജ് കൊടുത്തയക്കുന്നതിനേക്കാൾ ഫാസ്റ്റിൽ എന്ത് പോകുമായിരുന്നു, ഒരു ടെലഗ്രാം പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് നമുക്കൊരു ഹിൻസ് തന്നിട്ടുണ്ട്. തിങ്ക് ഓഫ് ഹൗ മെസ്സേജ് വാസ് സെൻഡ് ബൈ ദ കിങ്സ് ഇൻ ഹിസ്റ്ററി ആൻഡ് ഇൻ മിത്തോളജി. were the messengers always human? അല്ലേ, മെസ്സഞ്ചേഴ്സ് ഓൾവേസ് ഹ്യൂമൻ. പണ്ട് ഈ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നതൊക്കെ ഹ്യൂമൻസ് ആണ്. രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നത്, രാജാവിൻ്റെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പ്രാവുകളുടെ കയ്യിലൊക്കെ എന്താണ് മെസ്സേജുകൾ കൊടുത്തയക്കും. അതുപോലെ ദൂതൻ സന്ദേശവാഹകർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ലാതെ തന്നെ എന്ത് ചെയ്യും, പ്രാവിൻ്റെ കാലിൽ ഒരു മെസ്സേജ് അല്ലേ നമുക്ക് അയക്കാൻ, നമുക്ക് പറയാനുള്ള ആ ഒരു സന്ദേശം കെട്ടിയിട്ട് പ്രാവിനെ പറത്തി വിട്ട് പ്രാവ് കറക്റ്റ് എവിടെ കൊടുക്കുന്നുണ്ട്, ആരുടെ കയ്യിലാണോ ആ ഒരു സന്ദേശം എത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അണ്ടിൽ ദ ടെലഗ്രാഫ് വാസ് ഇൻവെൻറ്റഡ് എ ഹ്യൂമൻ മെസ്സഞ്ചർ ഓർ പെർഹാപ്സ് എ ബേർഡ് ലൈക്ക് എ പീജിയൻ ഹാഡ് ടു ഫിസിക്കലി ക്യാരി ദ മെസ്സേജ്. ഈ ഒരു ടെലഗ്രാം വരുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ഡോവ് അല്ല പീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തിരുന്നത്. So the message and the messenger were inseparable and traveled together. With the invention of the telegraph, the message went from one place to another, but the messenger did not have to go with it, carry it. അപ്പോൾ ഈ ഒരു ടെലഗ്രാം വന്നതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മെസ്സേജിൻ്റെ കൂടെ ഒരാളോ അല്ലെങ്കിൽ ഒരു ബേർഡോ പോകേണ്ടി വരുന്നില്ല. മറ്റതെന്താണ്, ആ മെസ്സേജിൻ്റെ കൂടെ ആരും പോകേണ്ട ആവശ്യമുണ്ട്, ഒരു മെസ്സഞ്ചർ കൂടി പോകേണ്ട ആവശ്യമുണ്ട്. ടെലഗ്രാം വന്നതിന് ശേഷം നമുക്ക് മെസ്സേജ് മാത്രം വിട്ടാൽ മതി, എന്താവശ്യമില്ല, മെസ്സഞ്ചറുടെ ആവശ്യം വരുന്നില്ല എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. William says writing and printing were separated by about 180 lifetimes. How many years is each lifetime on this account? How many years separate the invention of printing in the Western world and the invention of writing എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കൂ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. റൈറ്റിംഗ് വാസ് ഇൻവെൻറ്റഡ് അബൌട്ട് 5000 years ago or about 15 centuries. ഒന്നെങ്കിൽ എന്താണ് 5000 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 50 സെഞ്ചുറീസിന് മുന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, റൈറ്റിംഗ്സ് എന്ന ഒരു ടെക്നോളജി വന്നിട്ടുള്ളത്. പ്രിൻറ്റിംഗ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 1453 CE in the Western world about 5 centuries ago. So 45 centuries must correspond to 180 lifetime. 45 സെഞ്ചുറീസ് എന്ന് പറയുന്നതാണ് എന്ത്, 180 ലൈഫ് ടൈംസ് എന്ന് പറയുന്നത്. 45 divided by 180 is 0.25, which means William is calculating 25 years as a lifetime. അപ്പോൾ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് വില്യംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് 25 വർഷം എന്നുള്ളതാണ് ഒരു ലൈഫ് ടൈം എന്നാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നതിൽ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇന്റർ കണക്ഷൻ ഓഫ് നാഷൻസ് ആണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രാജ്യങ്ങളെ നമുക്ക് ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം എന്തുകൊണ്ടാണ്, ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന ഒരു കാര്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ
എങ്ങനെയാണ് ഈ ഗ്ലോബലൈസേഷൻ, ഹൗ ഗ്ലോബലൈസേഷൻ കണക്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് വാട്ട് ഈസ് എ ഗ്ലോബൽ വില്ലേജ്. എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്നത്? ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗ്ലോബൽ വില്ലേജ്? നമ്മുടെ എല്ലാ കോണ്ടിനെൻറ്റും, ഏതൊരു കോണ്ടിനെൻറ്റിൽ, ഏത് ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഏതൊരു കോണ്ടിനെൻറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വേൾഡിനെ മൊത്തമായും ഒരു വില്ലേജ് എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ത്? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദ ടേം ഗ്ലോബൽ വില്ലേജ് ഈസ് കോയിൻഡ് ബൈ മാർഷൽ മക്ലാൻ അല്ലേ? മാർഷൽ മക്ലാൻ എന്ന ഒരു ആളാണ് ഗ്ലോബൽ വില്ലേജ് എന്ന ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഹി വാസ് എ 20th സെഞ്ച്വറി ടീച്ചർ. അദ്ദേഹം എന്താണ്? ഒരു 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിലെ ഒരു ടീച്ചറാണ് ആര്? മാർഷൽ മക്ലാൻ എന്ന് പറയുന്ന ആള്. ദെൻ കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആൻഡ് ഫിലോസഫർ. അതുകൂടാതെ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ തിയറിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഫിലോസഫർ കൂടിയാണ് അദ്ദേഹം. ദെൻ ഗ്ലോബലൈസേഷൻ ഈസ് ആൻ ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഹോൾ വേൾഡ് ഇൻ ടു എ സിംഗിൾ സ്പേസ് ഓർ എ വില്ലേജ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോൾ വേൾഡിനെ, ഒരു നമ്മുടെ ലോകം മൊത്തം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലോകം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോൾ വില്ലേജ് ആക്കുന്നത്. ഹോൾ വേൾഡിനെ മൊത്തം ഒരു സ്മാൾ വില്ലേജ് അല്ലെങ്കിൽ ഒരു സ്മാൾ സ്പേസ് ആക്കി മാറ്റുകയാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? എ ഗ്ലോബൽ വില്ലേജ് ഈസ് എ, പിന്നീട് എന്താ പറയുന്നത്? ഗ്ലോബൽ വില്ലേജ് ഈസ് എ വയേർഡ് വേൾഡ് വേർ എ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ടേക്ക് പ്ലേസ് അല്ലേ? ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ത്? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് അല്ലേ? ഗ്ലോബൽ വില്ലേജ് ഈസ് എ വയേർഡ് വേൾഡ് അല്ലെ? ഒരു വയേർഡ് വേൾഡ് ആണ് വേർ എ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ടേക്ക് പ്ലേസ്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു വയേർഡ് വേൾഡ് കൂടിയാണ് ഇത് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ദെൻ there is an instant flow of information between any 2 points on the globe അല്ലേ? അവിടെ എന്താ വരുന്നത്? there is an instant flow of information between any 2 points. രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇൻഫോർമേഷൻസ് വരെ നമുക്ക് എവിടെ നിന്ന് എന്തിനും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഈ ഗ്ലോബൽ വില്ലേജ് എന്ന ടൈമിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനി ഈവൻറ്റ് ഓർ program from one part of the world can be experienced or seen from any other part of the world in real time. നമ്മൾ എവിടെ ഇരുന്നോട്ടെ അല്ലെ, ഏതൊരു കോണ്ടിനെൻറ്റിലായിക്കോട്ടെ, ഏതൊരു സ്റ്റേറ്റിലായിക്കോട്ടെ, ഏതൊരു ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏതൊരു വില്ലേജിലായിക്കോട്ടെ, നമ്മുടെ വേൾഡിൽ എവിടെയെങ്കിലും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് എന്തിനു പറ്റുന്നുണ്ട്? നമ്മുടെ ഹോൾ വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം അല്ലെ, വേൾഡ് കപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളിലിരുന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതുപോലെ എല്ലാം അല്ലേ, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിനു പറ്റുന്നുണ്ട്? നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ലോകം മുഴുവനുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് വേൾഡിലെ എവിടെയുള്ള ആളുകളോ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ് പറയുന്നത്? നമ്മുടെ ടെക്നോളജീസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടെക്നോളജീസിൽ വന്ന ഒരു മാറ്റമാണ് എന്ത്? ഗ്ലോബൽ വില്ലേജ് അഥവാ അല്ലെങ്കിൽ എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷനാണ് നമുക്ക് എന്തിനും സഹായിക്കുന്നത്? നമ്മുടെ ഏതൊരു കോണ്ടിനെൻറ്റിലായിക്കോട്ടെ നമ്മളെ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നതും നമുക്ക് നോളേജ് കൂട്ടുന്നതും ഒക്കെ എന്താണ്? ഈ ഒരു ഗ്ലോബലൈസേഷൻ തന്നെയാണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾ വേൾഡ് എക്സ്പ്ലോഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഗ്ലോബലൈസേഷൻ ഹോൾ വേൾഡ് എക്സ്പ്ലോഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയാസ്, മാസ് മീഡിയാസ്, അതുപോലെയുള്ള അല്ലേ, അതൊക്കെ എന്താണ്? അവരുടെയൊക്കെ ഒരു എക്സ്പ്ലോഷനാണ് നമ്മളുടെ വേൾഡിൽ നടക്കുന്നത് മുഴുവൻ. അതുപോലെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യയിൽ നിന്നായിക്കോട്ടെ, യൂറോപ്പിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സും ഫാമിലീസും അതുപോലെയൊക്കെ എന്താണ് നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ പല കോണ്ടിനെൻറ്റ്സിലായിരിക്കും. യൂറോപ്പിൽ, ഏഷ്യയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായിരിക്കും അല്ലെ? സിംഗപ്പൂർ, മലേഷ്യ, ദുബായ് അല്ലേ, അതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ആര് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം? നമ്മളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലേ, ഇവരൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോണ്ടാക്ട് ചെയ്യാനും അവരുടെ അപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനും എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്? നമ്മളുടെ വേൾഡിൽ നടക്കുന്ന ഏതൊരു ഭാഗത്ത് വെച്ച് നടക്കുന്ന ഗെയിംസുകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വേൾഡ് കപ്പ്, ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവിടെ നിന്ന് ഇരുന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടേംസും
അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ത് വഴിയാണ്? ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റിലൂടെയാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൽ എവിടെയോ ആയിക്കോട്ടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളുടെ എല്ലാ നാഷൻസിനെയും നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേഷനും ബാക്കി എന്താണ് വിവരങ്ങൾ അറിയാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വില്ലേജിലൂടെയാണ് ഓരോ പ്ലേസുകളെയും നമ്മളുടെ വേൾഡിനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഒരു ചെറിയൊരു വില്ലേജ് ആക്കി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ്. ആ ഒരു സ്പേസിനെ പറയുന്നതാണ് എന്ത്? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നതെന്ന്. സോ ലുക്ക് അറ്റ് ദ ബോർഡ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ബയോളജിക്കൽ ചേഞ്ച് ഈസ് ദ റെവല്യൂഷണറി വൺ, therefore take place of years. അല്ലേ, നമ്മുടെ ബയോളജിക്കലി റെവല്യൂഷണറിക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ നമുക്ക് എന്താണ് മില്യൺ ഇയേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, then but the changes in communication are rapid and immediate and that takes several times in a single lifetime. പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലോ അത് ഒരു റാപ്പിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിക്കോട്ടെ അതിനെന്താണ് എടുക്കുന്നത് എന്താണ്? ദാറ്റ് ടേക്ക് പ്ലേസ് സെവറൽ ടൈംസ്. അത് എന്താണ് പല തവണയായിട്ട് അത് ചെയ്യുന്നുണ്ട് ഇൻ എ സിംഗിൾ ലൈഫിൽ. ഒരു ലൈഫിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ചേഞ്ച് നമുക്ക് പല തവണയായിട്ട് നമുക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ബയോളജിക്കൽ റെവല്യൂഷണറി വരണം എന്നുണ്ടെങ്കിലോ മില്യൺസ് ഇയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചേഞ്ച് വരുന്നത് എന്താണ്? അത് നമ്മുടെ ഒരു സിംഗിൾ ലൈഫ് ടൈമിൽ സെവറൽ ടൈംസിൽ തന്നെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? കമ്മ്യൂണിക്കേഷനിൽ ചേഞ്ചസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബ്രിങ് ചേഞ്ച് ഇൻ അവർ ലൈഫ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ആ ഒരു ചേഞ്ച് നമ്മളുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബ്രിങ് ചേഞ്ചസ് ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് സച്ച് എസ് ഫാമിലി, വാല്യൂസ്, പ്രൊഫഷൻ, നോംസ് എക്സെട്ര. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പലതരത്തിൽ നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളെയും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെന്ത് ചെയ്യുന്നുണ്ട്? പല ചേഞ്ചുകൾ വരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതെല്ലാം രീതിയിലാണ് ചേഞ്ച് വരുത്തുന്നത്? ലൈഫ് സച്ച് ആസ് ഫാമിലി, വാല്യൂസ്, പ്രൊഫഷൻ, നോംസ് എക്സെട്ര. നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, നോംസ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചേഞ്ചുകൾ ഇതിനെല്ലാം ബാധിക്കുന്നുണ്ട്. അതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചുകൾ അതാത് സമയത്ത് തന്നെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹൗ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബ്രിങ്സ് ചേഞ്ചസ് ടു അവർ സോഷ്യൽ ലൈഫ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മുടെ സോഷ്യൽ ലൈഫിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് പ്രിൻറ്റിംഗ് ആണ്. പ്രിൻറ്റിംഗ്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പ്രിൻറ്റിംഗ് എന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്നതാണ് പറയുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് helps people to get literate. അല്ലെ, earlier times handwritten copies of the text were expensive and consume more than to prepare it. എന്താണ് ഒരു പ്രിൻറ്റിംഗ് വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രിൻറ്റിംഗ് എന്ന ആ ഒരു ടെക്നോളജി നമ്മുടെ സോഷ്യൽ ലൈഫിലെ എന്താണ് ആളുകൾക്ക് എന്താക്കിയിട്ടുണ്ട്? അവരെ എല്ലാം ലിറ്ററേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നല്ല അറിവുള്ളവരാക്കാൻ അല്ലെങ്കിൽ എന്താണ് ലിറ്ററേറ്റ് ആക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഈ ഒരു പ്രിൻറ്റിംഗ് എന്ന ടെക്നോളജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താ പറയുന്നത്? ഏർലിയർ ടൈംസ് ഹാൻഡ് റിട്ടൺ കോപ്പീസ് ഓഫ് ദ ടെക്സ്റ്റ് വേർ എക്സ്പെൻസീവ് ആൻഡ് കൺസ്യൂം മോർ ടൈം ടു പ്രിപ്പയർ ഇറ്റ്. അല്ലേ, എന്താണ് പണ്ടുള്ള കാലത്തൊക്കെ എന്തായിരുന്നു? ഈ ബുക്കുകളെല്ലാം എങ്ങനെയാണ്? നമ്മുടെ കൈകൊണ്ട് എഴുതുന്നതായിരുന്നു. അല്ലേ, നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതായിരുന്നു എന്ത്? നമ്മുടെ എല്ലാ ബുക്സുകളും. അല്ലേ, അപ്പോൾ എല്ലാ കോപ്പീസും എന്താണ്? റിട്ടേൺ കോപ്പീസ് ആയിരുന്നു, ഹാൻഡ് റിട്ടേൺ കോപ്പീസ് ആയിരുന്നു. സോ എന്തായിരിക്കും? വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് നമുക്ക് എന്തിനു കഴിയില്ല? ആ ഒരു റിട്ടേൺ കോപ്പി ബുക്ക് നമുക്ക് വാങ്ങിക്കാനോ, എല്ലാവർക്കും അത് വാങ്ങിക്കാനോ അത് വായിക്കാനോ അറിവ് നേടാനോ ഒന്നും ആർക്ക് കഴിയില്ല? സാധാരണക്കാരനായ ആളുകൾക്കൊന്നും കഴിയില്ല. കാരണം എന്താണ്? അത് വളരെയധികം എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞിരുന്നത്.
പക്ഷേ ഇപ്പോൾ എന്താണ് ആൻഡ് കൺസ്യൂം മോർ ടൈം ടു പ്രിപ്പയർ ഇറ്റ്. അത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു ബുക്ക് എഴുതി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഒരുപാട് സമയം എടുക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബുക്ക് വീണ്ടും വീണ്ടും ഓരോ ബുക്കുകളിൽ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ആ ഒരു ബുക്ക് എഴുതി ആക്കാൻ തന്നെ എന്താണ് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെയാണ് അതെന്ത് അത്രയധികം എക്സ്പെൻസീവ് ആവാനും കാരണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹെൻസ് ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ബുക്സ് വാസ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ബുക്കിൻ്റെ കോപ്പീസ് ലിമിറ്റഡ് ആയിരിക്കും. എന്താ കാരണം? അത് ഇത്രയും അല്ലെ, ഒരു ബുക്ക് എഴുതിയെടുക്കാൻ തന്നെ നമുക്ക് എത്ര സമയം വേണം? ഒരുപാട് സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ കോപ്പീസ് അല്ലെ, ഒരു ബുക്കിൻ്റെ കോപ്പീസ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ the records of information are memorized and passes orally from one person to another or generation to another. അതുപോലെ റെക്കോർഡ്സ് ഓഫ് ഇൻഫർമേഷൻ, നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം പണ്ട് എന്താണ് ഒരാളിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുക, അത് അല്ലെങ്കിൽ എന്താണ് ഒരു ജനറേഷനിൽ നിന്നും മറ്റ് ജനറേഷനിലേക്ക് അത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്താണ് പാസ് ചെയ്യാണ്, നമ്മൾ ഓറലി പാസ് ചെയ്യുകയായിരുന്നു എന്ത് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം. ഓക്കെ, പണ്ട് നമ്മൾ ഇതൊക്കെയാണ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ ബുക്കുകളെല്ലാം നമ്മൾ കൈകൊണ്ട് എഴുതുകയായിരുന്നു. ദെൻ ഇൻഫർമേഷൻസ് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഓറലി നമ്മൾ പറയുകയാണ് അല്ലെ, ഓറലി ചെയ്യാണ്, ഓറലി സ്പീക്ക് ചെയ്യാണ് അല്ലെ. അപ്പോൾ അതെന്താണ് ഇൻഫർമേഷൻ നമ്മൾ ഒരാളിൽ നിന്നും മറ്റൊരാളിക്കോ അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്കോ ഓറലി അതെന്ത് ചെയ്യുന്നുണ്ട്? പോവുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് therefore the copies of books are not accessible to everyone. as result reading and writing are not primary concern for everyone. അതുകൊണ്ട് തന്നെ എന്താണ് ഈ റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും എന്തായിരുന്നില്ല? പ്രൈമറി കൺസേൺ ആയിരുന്നില്ല, അതുപോലെ നിർബന്ധമായിരുന്നില്ല, മുൻഗണനയുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണ്? അത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ എന്താണ് കോപ്പീസ് ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എന്താണ് ഇൻഫർമേഷൻസ് നമ്മൾ അധികം എന്താ ചെയ്തിരുന്നത്? ഓറലി കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അല്ലെ, പറഞ്ഞ് കൊടുക്കുകയാണ്, ഓറലി എന്ത് ചെയ്യായിരുന്നു? പാസ് ചെയ്യാണ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നില്ല ഈ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് എന്നുള്ളത് എന്തായിരുന്നില്ല? ഒരു പ്രൈമറി കൺസേൺ ആയിരുന്നില്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ബട്ട് ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ടെക്സ്റ്റ് ഫോർ people and started to read and write respectively അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നീട് ഈ ഒരു പ്രിന്റിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രിന്ററുടെ ഇൻവെൻഷൻ കണ്ടുപിടിച്ചതോടുകൂടി, പ്രിന്റിംഗ് എന്നത് കണ്ടുപിടിച്ചതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റുകളുടെയൊക്കെ കോപ്പീസ് ലിമിറ്റഡിൽ നിന്നും എന്തായിട്ടുണ്ട്? കൂടി വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അതുപോലെ എന്താണ് ഒരേ സമയം എന്താണ് നമുക്ക് കൂടുതലായിട്ട്, അതായത് എഴുതി ഉണ്ടാക്കുന്ന ആ ഒരു ബുക്കിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ബുക്കുകൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു അല്ലെ. ഒരു ബുക്ക് എഴുതി ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ബുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ആളുകളിലെ റീഡിങ്ങും റൈറ്റിങ്ങും അവർ ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് നോളജ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അവർ ലിറ്ററേറ്റ് ആയിട്ടുണ്ട് അല്ലെ. ദെൻ പിന്നെന്താ പറയേണ്ടത്? ബട്ട് ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് ഇൻക്രീസ്ഡ് ദ നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ദ ടെക്സ്റ്റ് ഫോർ പീപ്പിൾ ആൻഡ് സ്റ്റാർട്ടഡ് ടു റീഡ് ആൻഡ് റൈറ്റ് റെസ്പെക്റ്റീവ്ലി. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് വാസ് ദ പ്രിന്റിംഗ് ദാറ്റ് അബൌട്ട് ദ ലിറ്റററി റൈറ്റ് ഇൻ ദ വേൾഡ് ഇൻ ദോസ് ഡേയ്സ്. അതുപോലെ എന്താണ് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ പ്രിന്റിംഗ് തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് തന്നെ എന്താണ് നമ്മുടെ ലിറ്റററി റൈറ്റ്, നമ്മുടെ വേൾഡിലെ ലിറ്റററി റൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണ് നമ്മൾ ഒരു ബുക്ക് എഴുതി ഉണ്ടാക്കി എടുക്കാനുള്ള ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ബുക്കുകൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം അല്ലേ. പിന്നെ വേറൊന്ന് പറയുന്നത് എന്താണ് ഈ എഴുതി വരുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ എന്താണ് എഴുതിയ ഒരു ബുക്ക് നമ്മൾ വാങ്ങുന്നതിൻ്റെ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ലായിരുന്നു പിന്നീട് വന്ന പ്രിന്റഡ് ചെയ്ത ബുക്കുകൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കും വാങ്ങാൻ പറ്റാവുന്ന തരത്തിലുള്ള റൈറ്റുകളും ഒക്കെ ആയിരിക്കും എന്തിനു എക്സ്പെൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്തിന്? പ്രിന്റഡ് ആയി വന്നതിന് അല്ലെ. അപ്പോൾ ടെക്നോളജീസ് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വേൾഡിലെ ലിറ്റററിയും എന്താവുന്നുണ്ട്? ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിന്റിങ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ബുക്സ്, സെൽഫോൺസ്, CDs, DVDs, പെൻ ഡ്രൈവ് എക്സെട്ര. ഇതിൻ്റെ എല്ലാം ഇൻവെൻഷനോട് കൂടി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. നമുക്ക് നോക്കാം.
Earlier times, people have memorized the collection of data and passed one generation to another. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ഡാറ്റാസ് പാസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നോളജ് പാസ് ചെയ്തിരുന്നത്, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ പാസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മളുടെ മെമ്മറി യൂസ് ചെയ്തിട്ടായിരുന്നു, അല്ലേ? നമ്മളെല്ലാം നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. നമുക്ക് ഒരു കണക്ക് കൂട്ടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് ഒരു ഫോൺ നമ്പർ ആയിക്കോട്ടെ, ഒരു അഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ അക്കൗണ്ട് നമ്പർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളത് എന്താ ചെയ്തിരുന്നത്? നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്, അല്ലേ? ബട്ട് the invention of the cell phone, pen drive and calculator reduces the importance of memorization. പക്ഷേ ഈ കമ്പ്യൂട്ടർ എന്താ പറയുക, സെൽഫോണിൻ്റെയും പെൻ ഡ്രൈവിൻ്റെയും DVD-യുടെയും CD-യുടെയും ഒക്കെ വരവ് കാരണം, ഇപ്പം നമുക്ക് മൊബൈൽ കൂടി പറയാം, അല്ലെ? കമ്പ്യൂട്ടർ, മൊബൈൽ എല്ലാം പറയാം. ഇതെല്ലാം കാരണം എന്തിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്? നമ്മുടെ ഒരു മെമ്മറൈസേഷനിൽ എന്ത് വന്നിട്ടുണ്ട്? വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? പണ്ട് നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമുക്കൊക്കെ ബൈഹാർട്ട് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ, നമ്മുടെ ഫാമിലിയിൽ എത്ര ആളുകളുണ്ടോ, ഫ്രണ്ട്സ് എത്ര പേരുണ്ടോ, അവരുടെ എല്ലാം എന്താണ് മൊബൈൽ അല്ലെങ്കിൽ ഫോൺ, ലാൻഡ് ഫോണും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതെല്ലാം നമുക്ക് എന്തായിരുന്നു? മനപ്പാടമായിരുന്നു, അല്ലേ? പക്ഷേ ഇപ്പോൾ അതെന്താണ്? അതെല്ലാം മാറി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു ഡാറ്റാസ്, അല്ലേ, ആ ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയാമായിരുന്നു, നമുക്ക് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടുന്ന വഴിക്ക് നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നെങ്കിലും ഒരു പെൻ ഡ്രൈവിലോ, അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലോ, ഒരു CD-യിലോ, ഒരു DVD-യിലോ, അല്ലേ, ഇതിലെന്തെങ്കിലും ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്ത് സേഫായി വെക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ന് നമുക്ക് മെമ്മറി പവർ വളരെയധികം കമ്മിയായി വരുന്നുണ്ട്, അല്ലേ? നമുക്ക് ഒന്നും നമ്മുടെ മെമ്മറിയിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്താണ്? ഈ ഒരു ബുക്കുകളുടെയും അതുപോലെ എന്താണ് പെൻ ഡ്രൈവിൻ്റെയും CD-യുടെയും DVD-യുടെയും ഒക്കെ വരവോടുകൂടി അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞ പോയിന്റ്, ഗ്രാജുവലി സ്റ്റാർട്ട്സ് ടു യൂസ് ദാറ്റ് മെൻ്റൽ എനർജി ഫോർ അതർ ക്രിയേറ്റീവ് വർക്ക്സ്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ നമ്മുടെ ആ ഒരു, നമ്മൾ പണ്ട് ഈ നമ്മുടെ മെമ്മറി യൂസ് ചെയ്തിരുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാനാണ് നമ്മൾ നമ്മുടെ മെമ്മറി യൂസ് ചെയ്തിരുന്നു, അല്ലേ? നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഏതൊരാളുടെയും മെമ്മറിയിൽ എന്തുണ്ടായിരുന്നു? സ്റ്റോർഡ് ആയിരുന്നു, അല്ലേ? സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പവർ നമ്മുടെ എല്ലാ മെമ്മറിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് മെമ്മറി പവർ ഇല്ല എന്നല്ല ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ്? അന്ന് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ, ഇന്ന് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മറ്റു പല കാര്യങ്ങൾക്കുമായിട്ടാണ് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റു പല ക്രിയേറ്റീവ് വർക്ക്സിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മെമ്മറി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുക്സുകളുടെയും DVD-യുടെയും പെൻ ഡ്രൈവിൻ്റെയും CD-യുടെയും ഒക്കെ വരവോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബുക്കിലോട്ട് എഴുതി വെക്കുകയോ, പെൻ ഡ്രൈവ്, CD, DVD ഇതിലെല്ലാം കോപ്പി ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതാണ് ചെയ്യുന്നത്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെമ്മറിയുടെ യൂസേജ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു യൂസേജ് നമ്മൾ വേറെ അങ്ങോട്ട് എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ക്രിയേറ്റീവ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യാം എന്ന ചിന്തയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി പവർ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു വേർഡ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഡയസ്പോറ എന്നുള്ളതാണ് ആ വേർഡ്. അപ്പോൾ ഡയസ്പോറ മീൻസ് ദ സ്പ്രെഡിങ് ഓഫ് പീപ്പിൾ ഫ്രം വൺ നേഷൻ ആൻഡ് കൾച്ചർ, അല്ലേ? ഒരു നേഷനിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു നേഷനിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ UK-യിലേക്കോ US-ലേക്കോ അതുപോലെ എന്താണ് അങ്ങനെ അല്ലെ പല സ്ഥലങ്ങളിലേക്ക്, ഫിജിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറി താമസിക്കുകയാണ്, അല്ലെ? അപ്പോൾ ആ ഒരു, അതായത് മൈഗ്രേറ്റ് ചെയ്യപ്പെടുക, അതായത് കുടിയേറ്റം നടത്തുകയാണ്, അല്ലെ? അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയസ്പെറ എന്ന് പറയുന്നത്. ഡയസ്പോറ മീൻസ് ദ സ്പ്രെഡിങ് ഓഫ് പീപ്പിൾ ഫ്രം വൺ നേഷൻ ആൻഡ് കൾച്ചർ, അല്ലെ? എന്താണ് സ്പ്രെഡിങ് ഓഫ് പീപ്പിൾ ഫ്രം വൺ നേഷൻ ആൻഡ് കൾച്ചർ? ഒരു സ്ഥലത്തിൽ നിന്നും
എന്താണ് അതായത് അവരുടെ ഒരു ബൈ നേഷൻ അവരെന്താണ് ഇന്ത്യക്കാരാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടനിലേക്കോ ഫിജിയിലേക്കോ അതുപോലെ UK-യിലേക്കോ USA-യിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡിയാസ്, അവരുടെ കൾച്ചർ, അവരുടെ ഡിസിഷൻസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. അവിടെ അവർക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാനും എല്ലാം കഴിയുന്നുണ്ട്. അവിടെയുള്ള കൾച്ചറും അതുപോലെ എന്താണ് ഐഡിയാസും ഒക്കെ അവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുക്കാനും അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീനിങ് ആണ് എന്ത് വരുന്നത്, ഡയസ്പെറ എന്ന് പറയുന്നത്. അപ്പോൾ ഡയസ്പോറിക് കൾച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ക്യാൻ ഷെയർ ദർ കൺസേൺ ഐഡിയാസ് ആൻഡ് ഡിസിഷൻസ് അസ് നെവർ ബിഫോർ അല്ലേ. അപ്പം എന്താണ്, രണ്ട് നാഷണലിലുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ 2-3 നാഷണലിലുള്ള ആളുകൾ എവിടെ ഉണ്ടായിരിക്കും, ആ ഒരു നാഷണലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അവരുടെ ഐഡിയാസും അതുപോലെ എന്താണ് കൾച്ചറും എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റും. അവർക്ക് അല്ലെ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യേണ്ട ഒരു സമയത്ത് പല ഐഡിയാസിൽ അവർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ പിന്നീട് പറയുന്നത് എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇന്റർനെറ്റ് സച്ച് ഡിസ്പെയർഡ് ഇന്ത്യൻസ് ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് സ്പെസിഫിക് ഇൻട്രസ്റ്റ് സച്ചസ് ലാംഗ്വേജ് ഓർ ഹോബീസ്. അതുപോലെ എന്താണ്, ഇതേപോലുള്ള ഈ ഡയസ്പോറിക് ആയിട്ടുള്ള ആളുകൾ, അതായത് ഒരു നാഷണലിൽ നിന്നും മറ്റൊരു നാഷണലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ അവരുടെ ഐഡിയാസും അതുപോലെ ഡിസിഷൻസും കൾച്ചറും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെയുള്ള ആളുകൾക്കും അവിടെയുള്ള ആളുകളുടെ ഐഡിയാസും കൾച്ചറും ഒക്കെ നമ്മുടെ മറ്റൊരു നാഷണലിൽ നിന്നും വന്ന ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മളുടെ ഒരു ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസേഷൻ ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെവിടെയാണെന്നുണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാനും അറിയാനും അവർക്ക് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കാണ് എന്തിൽ വരുന്നത്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബ്രിങ്സ് ചേഞ്ചസ് ടു അവർ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ വരുന്നത് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബ്രിങ്സ് ചേഞ്ചസ് ടു അവർ സോഷ്യൽ ലൈഫിൽ വരുന്ന 3 പോയിന്റ്സ് ആയിരുന്നു. പ്രിൻറ്റിങ്, അതുപോലെ ബുക്സ്, സെൽഫോൺ, CDs, DVD, പെൻ ഡ്രൈവ്, അതിൻ്റെയൊക്കെ ഒരു വരവ്, ഇൻവെൻഷൻ, അതുപോലെ എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിൻറ്റിങ് ആവുന്ന സമയത്ത് എന്തായിരുന്നു, പണ്ട് എന്താണ് ഹാൻഡ് റിട്ടൺ ബുക്സുകളായിരുന്നു അല്ലേ. അപ്പോൾ അതെന്താണ് വളരെ ടൈം അതിനെടുക്കുമായിരുന്നു, അതുപോലെ എന്താണ് വളരെയധികം എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാവർക്കും അത് വാങ്ങാനോ യൂസ് ചെയ്യാനോ ഒന്നുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദ ആഫ്റ്റർ പ്രിൻറ്റിങ് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിങ് വി ക്യാൻ ഗെറ്റ് മോർ ബുക്സ് അല്ലേ. നമുക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ബുക്കുകൾ കിട്ടുന്നുണ്ട്. അത്രത്തോളം കോസ്റ്റ്ലി ആയിരുന്നില്ല, ടൈം നമുക്ക് ഒരുപാട് ലാഭം കിട്ടുമായിരുന്നു അല്ലേ. ദെൻ പിന്നീട് പറഞ്ഞത് എന്തായിരുന്നു, അതാണ് ആ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ബുക്കുകൾ എടുക്കാമായിരുന്നു. അതുപോലെ എന്താണ് ലിറ്ററസി അല്ലെ, നമ്മുടെ നാഷണൽ ലിറ്ററസി എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് നമുക്ക് ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആവുമായിരുന്നു. പണ്ട് എന്താണ് ഹാൻഡ് റിട്ടൺ കോപ്പീസ് ആകുമ്പോൾ അത് എന്താണ് വളരെ ചുരുക്കം മാത്രമേ, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അതിന് തന്നെ എന്താണ് വളരെയധികം എക്സ്പെൻസീവ് ആവും അല്ലേ. പക്ഷേ പ്രിന്റഡ് വന്ന ആ ഒരു പ്രിന്റിംഗ് ഒരു സിസ്റ്റം വന്നതിന് ശേഷം നമുക്ക് ഒരേ സമയം എന്താണ് നമുക്ക് ഒരുപാട് കോപ്പീസ് നമുക്ക് കിട്ടുമായിരുന്നു. അതുപോലെ എന്താണ് അത്രത്തോളം എക്സ്പെൻസീവ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് ബുക്കുകൾ വാങ്ങാനും അത് റീഡ് ചെയ്യാനും നമ്മുടെ ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യം വന്നു എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ഇൻവെൻഷൻ ഓഫ് ബുക്സ്, സെൽഫോൺ, DVD, അതുപോലെ എന്താണ് പെൻ ഡ്രൈവ് അല്ലേ. അതായത് ഇൻവെൻഷൻ ഓഫ് ബുക്സ്, പെൻ ഡ്രൈവ്, CD, DVD, മൊബൈൽ, ഇതിൻ്റെയൊക്കെ ആ ഒരു ഇൻവെൻഷനോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെമ്മറി പവർ നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാരണം നമ്മൾ എന്താണ് എന്താ പറയുക, നമുക്ക് വേണ്ട മെമ്മറീസ് അല്ലേ, ഒരു ചെറിയൊരു കാര്യമായിക്കോട്ടെ വലിയൊരു കാര്യമായിക്കോട്ടെ നമുക്ക് എന്താണ് പണ്ടൊക്കെ നമ്മൾ മെമ്മറിയിലാണ് സൂക്ഷിച്ചിരുന്നത് അല്ലേ, നമ്മൾ ഓർത്ത് വെക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതെല്ലാം വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ മെമ്മറി പവർ നമുക്ക് മറ്റ് ക്രിയേറ്റീവ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് കിട്ടി അല്ലേ. കാരണം നമുക്ക് ബുക്കിൻ്റെയും DVD, പെൻ ഡ്രൈവ് ഇതിൻ്റെയൊക്കെ ഇൻവെൻഷൻ വന്നോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമായ രേഖകളും കാര്യങ്ങളും അല്ലേ
ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതിലെല്ലാം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മെമ്മറി പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ക്രിയേറ്റീവ് വർക്കിന് നമുക്ക് മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ മെമ്മറി പവർ യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. പിന്നീട് പറഞ്ഞതായിരുന്നു എന്ത്, ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അതിൽ നമ്മൾ പറഞ്ഞത് ഡയസ്പോറ എന്നുള്ള ആ ഒരു വേർഡാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചത്. ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പ്രെഡിങ് ഓഫ് പീപ്പിൾ ഫ്രം വൺ നേഷൻ ടു അനദർ നേഷൻ അല്ലേ. ആ ഒരു നേഷനിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നേഷനിൽ പെടുന്ന ആളുകളുടെ കൾച്ചർ, ഐഡിയാസ്, ഡിസിഷൻസ് അല്ലേ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എബിലിറ്റീസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു സ്ഥലത്തേക്കും എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ഐഡിയാസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഐഡിയാസും ഡിസിഷൻസും ഒക്കെ എടുക്കാൻ കഴിയും. അതുപോലെ എന്താണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലേ. അതുപോലെ എന്താണ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്കിൽ വരുന്ന സമയത്ത് എന്താണ്, ആ ഒരു നെറ്റ്വർക്കിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി ഏതൊരു നേഷനിലായിക്കോട്ടെ അവരെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും അതുപോലെ എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിനെല്ലാമുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജി. ലാംഗ്വേജിൽ വന്നിട്ടുള്ള ന്യൂ ടെക്നോളജീസ് എന്തെല്ലാം എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള ന്യൂ ടെക്നോളജി എന്ന്. The development of technology brings various changes in language as well as especially in writing. നമ്മുടെ ലാംഗ്വേജിൽ ഈ പുതിയ ടെക്നോളജികൾ നമ്മുടെ സോഷ്യൽ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലും ഈ പുതിയ ടെക്നോളജീസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമ്മളിപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെ ഷോർട്ടായി നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാം എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ റിട്ടേൺ മെസ്സേജസ് ബിക്കെയിം മോർ ബ്രീഫ് ആൻഡ് എക്കണോമിക്കൽ അല്ലേ. നമുക്കറിയാം നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാട്സപ്പിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ നമ്മൾ മെസ്സേജുകൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് അത് റീഡ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ഏറ്റവും ഷോർട്ടായിട്ട് റീഡ് ചെയ്യുന്ന ആളിന് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ടായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വി യൂഷ്വലി യൂസ് 2 ടെക്നിക്സ് ടു ബി മോർ ബ്രീഫ് ആൻഡ് എക്കണോമിക്കൽ. അപ്പോൾ ഈ റിട്ടൺ ലാംഗ്വേജ് ബ്രീഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തരത്തിലുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ ഒന്ന് വരുന്നത് സെമാൻറ്റിക് ലാംഗ്വേജ്, രണ്ടാമത് വരുന്നത് റീബസ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്, ദ റിട്ടൺ മെസ്സേജസ് ബിക്കെയിം മോർ ബ്രീഫ് ആൻഡ് എക്കണോമിക്കൽ. ഒരു റിട്ടൺ മെസ്സേജിനെ എങ്ങനെ ബ്രീഫാക്കും, എക്കണോമിക്കായിട്ട് എങ്ങനെ ബ്രീഫാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ ടെക്നോളജീസിൽ അല്ലെ ലാംഗ്വേജ് ആൻഡ് ന്യൂ ടെക്നോളജീസിൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലാംഗ്വേജിൽ നമ്മൾ തന്നെ ഒരുപാട് ടെക്നോളജീസ്, നമ്മളുടേതായ ടെക്നോളജീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അതൊന്നും നമ്മളായി കണ്ടുപിടിക്കുന്നതല്ല, എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെമാൻറ്റിക് ലാംഗ്വേജ് ആൻഡ് എന്താണ് റീബസ് റൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഡാണ് സെമാൻറ്റിക് ലാംഗ്വേജ്. എന്താണ് സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് നോക്കാം. സെമാൻറ്റിക് ലാംഗ്വേജ് ലെഫ്റ്റ് ഔട്ട് വവൽസ് ഇൻ ദ റൈറ്റിംഗ് because these words can be predictable based on the content. Semantic language has similarities with SMS മെസ്സേജസ് അല്ലേ ദെൻ ലാംഗ്വേജ്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിലെ വവൽസിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഒരു വേർഡിലെ വവൽസിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ആ വവൽസിനെ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വേർഡ് ഷോർട്ട് ആവുകയും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യാനും നമുക്ക് എന്തിനു പറ്റുന്നുണ്ട്, ഈ സെമാൻറ്റിക് ലാംഗ്വേജിൽ കൊടുക്കുന്ന സമയത്ത് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വേർഡിലെ വവൽസിനെ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഒരു വേർഡിലെ നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്ലീസ് എന്ന ഒരു വേർഡിലെ വവൽസിനെ, ഇതിൽ വവൽസ് ഏത് വരുന്നുണ്ട്, പ്ലീസ് എന്നൊരു വേർഡാവുമ്പോൾ PLEA
SE. പ്ലീസ് എന്നതിൽ ഈ വവ്വൽ സൗണ്ടാണ്, എ വവ്വൽ സൗണ്ടാണ്, ഈ വവ്വൽ സൗണ്ടാണ്. ബാക്കി എന്ത് മാത്രം എടുത്തു നമ്മൾ? PLS. അപ്പോൾ ഈ PLS എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്ലീസ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വവ്വൽസിനെ ഷോർട്ട് ആക്കുകയാണ്. അതുപോലെ ബാക്ക്, BACK, ബാക്ക് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? BCK ആണ് ബാക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ എന്താ ഒഴിവാക്കുന്നത്? A എന്ന വേർഡ് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? ബാക്ക്. BCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ആണ്. ദെൻ സെൻഡ്, നെക്സ്റ്റ് വരുന്നത് സെൻഡ് ആണ്. സെൻഡ് വരുമ്പോൾ നമ്മൾ ഈനെ ഒഴിവാക്കി SND, സെൻഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു വേർഡിലെ വവ്വലിനെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജിനെ നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമാൻറ്റിക് ലാംഗ്വേജിൽ നമ്മൾ മെസ്സേജുകൾ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെമാൻറ്റിക് ലാംഗ്വേജ് ഹാസ് ദ സിമിലാരിറ്റീസ് വിത്ത് SMS അല്ലെ. മെസ്സേജിൻ്റെതും അതുപോലെ എന്താണ് SMS മെസ്സേജുകൾക്കും SMS ലാംഗ്വേജിനും ഒക്കെ എന്താണ്? ഈ സെമാൻറ്റിക് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുമ്പോൾ, മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ്? ഷോർട്ടായിട്ടുള്ള വേർഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തിനാണ്? നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ എന്താണ്? ഷോർട്ട് മെസ്സേജിൽ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് വേർഡ്സിലെ വവ്വൽസിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അല്ലേ. അത്തരത്തിലുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമാൻറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റീബസ് റൈറ്റിംഗ് ആണ്. റീബസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീബസ് റൈറ്റിംഗ് മെയ്ഡ് യൂസ് ഓഫ് homophony in language അല്ലേ. Homophony in language, homophonic words have similar sound or pronunciation but are different in terms of origin and spelling അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹോമോഫോണിക് ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഹോമോഫോണിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷെ അതിന് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. പക്ഷേ എന്താണ്? പ്രൊനൗൺസിൽ എന്ത് വരുന്നുണ്ട്? കറക്റ്റ് ആയിട്ടാണ് വരുന്നത്, സെയിം സൗണ്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സൺ, SON സൺ ആൻഡ് SUN സൺ, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഹോമോഫോൺ ആണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് വേർഡ് നോക്കൂ, നോട്ട്, KNOT, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്ക്, കെട്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദെൻ നോട്ട്, ഇവിടെ എന്താണ് വ്യത്യാസമുള്ളൂ? ഇതിൽ K ഉണ്ട്, ആ K സൈലൻ്റ് ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത്, ഇവിടെ കറക്റ്റ് നോട്ട് എന്നുള്ള സ്പെല്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൽ K സൈലൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോഫോണിക് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ ഹോമോഫോണിക് വേർഡ്സ് യൂസ് ചെയ്യുന്ന റൈറ്റിംഗ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? റീബസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ റീബസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് പിക്ചേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. വേർഡ്സിന് പകരം നമ്മൾ പിക്ചേഴ്സ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത്? റീബസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇതും പറയുന്നുണ്ട്, ഹോമോഫോണിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. കറക്റ്റായിട്ട് പറയുമ്പോൾ റീബസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സിന് പകരം പിക്ചേഴ്സ് കൊടുക്കുക, അതാണ് റീബസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതർ വേർഡ്സിൽ വേറെയും പറയുന്നുണ്ട്. വി നോ യൂസ് to for to and be for before. This is also a kind of rebus writing. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നുണ്ടല്ലേ, ടു, രണ്ട് എന്നതിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? TO2 എന്ന് കൊടുക്കാം അല്ലേ. അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ B4 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ എന്ന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ്, നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് എന്ത്? ഈ ഷോർട്ട് ഫോമിലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. മേ ബി അതെന്തായിരിക്കാം, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ടെക്നോളജി അത് നിലവിൽ വരുന്നത് തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം കൂടിയത് കാരണമായിരിക്കാം ഇത്തരത്തിലുള്ള ടെക്നോളജീസും ലാംഗ്വേജിൽ ഇംപ്രൂവ് ആയിട്ട് വന്നത്, ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൽ ദ ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എ ഗ്ലോബൽ വില്ലേജ് എന്ന ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. അതുപോലെ ലെറ്റസ് സം അപ്പ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 36 ആൻഡ് 37 കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു പോയിന്റ്സ് കൂടി നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യണം. അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ പേജ് നമ്പർ 34 ആൻഡ് 35 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു
വീഡിയോ കണ്ടതിന് ശേഷം അതുപോലെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം മാത്രം ബാക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ആൻസേഴ്സിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് നോക്കുക. ഓക്കെ, ദെൻ ലെറ്റസ് സമ്മപ്പ് നിങ്ങളൊന്ന് നന്നായിട്ട് റീഡ് ചെയ്യുക. അതിലെന്താണ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സമ്മപ്പ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്സുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. നൗ നെക്സ്റ്റ് ക്ലാസ് വി സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ. സോ താങ്ക് യു.